വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് ലൈഫ് അതുപോലെ തന്നെ നമ്മുടെ MBBS ലൈഫ്, ഇത് രണ്ടും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. ബിക്കോസ് ഒരു കുട്ടി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുപരിയായിട്ട് ഞാനിപ്പോൾ MBBSൽ കയറാൻ പോകുന്ന പല കുട്ടികളുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ആ ഒരു നീറ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ട്രോമയിൽ നിന്ന് വന്നിട്ടില്ല. കാരണം എല്ലാവരും ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ചേച്ചി കുറേ പഠിക്കാനുണ്ടോ, ചേച്ചി വീട്ടിൽ പോകാൻ വേണ്ടി പറ്റുമോ, ചേച്ചി നമുക്ക് എൻജോയ്മെന്റ് ഇല്ല, ഈ ഒരു കാര്യങ്ങളാണ്. കാരണം അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവും. കാരണം ഒന്നാമത് നമ്മുടെ നീറ്റ് ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് ഫുൾ ടൈം പഠിത്തം, അതിപ്പോ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ പറ്റത്തില്ല, നമ്മളായി നമ്മുടെ ലോകമായി എന്നൊരു രീതിയിൽ ഇരിക്കുന്ന ഒരു ലൈഫാണ്. സോ അതിൽ നിന്ന് നമ്മൾ MBBS ലൈഫിൽ വരുമ്പോൾ അവിടെയെങ്കിലും കുറച്ച് എൻജോയ്മെന്റ് പറ്റുമോ, അതോ അവിടെ ഫുള്ള് പഠിത്തമാണെന്നൊക്കെ ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്ന കുറെ കുട്ടികളുണ്ടായിരിക്കും. അവർക്കുള്ളൊരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി നീറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്, കരളിലെ MBBS ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് മനസ്സിലായത് വെച്ചിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് സിലബസ് ആണ്. നമ്മുടെ നീറ്റിലെയും MBBSലെ സിലബസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് MBBSലാണ് കൂടുതലായിട്ട് സിലബസ് കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നീറ്റിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ടോപ്പിക്സ് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് MBBSൽ ഫസ്റ്റ് എടുത്തത് ഹെമറ്റോളജി ആയിരുന്നു, RBCയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെ നീറ്റിൻ്റെ അകത്ത് NCERTയിൽ RBC എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് സെന്റൻസ്, അതിന്റെ ഷേപ്പ് എന്താണ്, പിന്നെ അതിന്റെ നോർമൽ കൗണ്ട് എത്രയാണ്, പിന്നെ അതിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ RBC സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്ന് NCERTയിൽ നമ്മൾ വലിയ ടോപ്പിക്കായിട്ട് വായിച്ച ഒരു കാര്യം ഫസ്റ്റ് സ്ലൈഡിൽ തീർന്നു. പിന്നെ ഫെർദർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ RBCനെ പറ്റി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ അളവ് കൂടിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം വരും. RBC മാത്രമല്ല, നമ്മളിപ്പോൾ ഏത് സിസ്റ്റം വൈസ് എടുത്താലും ജസ്റ്റ് നമുക്ക് NCERT തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് തരുന്നത്. അതിൻ്റെ ഒരു എക്സ്പാൻഡ് വേർഷൻ ആണ് നമ്മൾ MBBSൽ വരുമ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ സിലബസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ MBBSൽ തന്നെയാണ്. അത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. എന്നെ സംബന്ധിച്ചോളം സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നമ്മുടെ നീറ്റ് ലൈഫിലാണ്, നമ്മുടെ MBBS ലൈഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും. കാരണം നമുക്ക് നീറ്റ് എന്ന് പറയുന്ന ഒരു പീരീഡിൽ നമ്മൾ ജസ്റ്റ് +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. മേ ബി 1-2 വർഷമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ച ഒരു പ്രൊഫഷൻ കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും നാളെ ആവാൻ വേണ്ടി പോകുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടാവത്തില്ല. നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ ഓർത്തിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ ഫേസ് ചെയ്യണം, അവരുടെ അടുത്ത ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കും, ഇതൊക്കെ ഓർത്തിട്ടുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. എക്സാം പാസ്സാവുമോ. പക്ഷെ MBBS ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെസ് ഫാക്ടർ അത്ര വരത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ അറിയാം നമ്മൾ ആഗ്രഹിച്ചുള്ള ഒരു പ്രൊഫഷനിൽ കയറി. സോ നമ്മൾ നന്നായിട്ടൊക്കെ പഠിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് നമ്മൾ നാളെ ഒരു ഡോക്ടർ ആകുന്നുള്ള നമുക്കൊരു മൈൻഡ് ഉണ്ട്. സോ നമുക്ക് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇല്ല എന്നല്ല പറയുന്നത്, നമുക്ക് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് എക്സാമിന്റെ സമയത്തായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഫസ്റ്റ് ഇയർ നമുക്ക് കുറച്ച് സ്ട്രെസ് കൂടുതലായിരിക്കും. കാരണം നമ്മൾ ആദ്യമായിട്ട് കയറുകയാണ് ഈ ഒരു ലൈഫ്, അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും നമ്മുടെ എൻജോയ്മെന്റും ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും നമ്മുടെ അക്കാഡമിക്സും എല്ലാ കാര്യങ്ങളും കൂടെ ഓക്കെ ആയിട്ട് നമ്മുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഐഡിയ കിട്ടും നമുക്ക് ഫസ്റ്റ് ഇയർ ആയിരിക്കും. സോ അതിന് വേണ്ടിയുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ സ്ട്രെസ് എന്ന് പറയുന്ന ഫാക്ടർ വരുന്നത് എക്സാമിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലാത്തപ്പോൾ നമുക്ക് അത്രമാത്രം സ്ട്രെസ് അങ്ങനെ വരത്തില്ല. അതുകൊണ്ട് തന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് കൂടുതൽ നീറ്റ് ലൈഫിലായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് എൻജോയ്മെന്റ് ആണ്. ഇതെന്ന് പറയുന്നതാണ് കുറെ കുട്ടികൾ ചോദിക്കുന്നത്, ഫുൾ ടൈം പഠിത്തമായിരിക്കുമോ, നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ. അപ്പോൾ നീറ്റ് ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് MBBS ലൈഫിൽ എൻജോയ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കാരണം നമുക്ക് നീറ്റിന്റെ സമയത്ത് ഒരു ടൈം പോലും നമുക്ക് കളയാൻ വേണ്ടി നമുക്ക് തോന്നത്തില്ല, നമുക്ക് എപ്പോഴും ഇരുന്ന് പഠിക്കണം, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പല എൻജോയ്മെന്റ് നമുക്ക് വേണ്ടെന്ന് വയ്ക്കും. അതേസമയത്ത് MBBSൽ വരുമ്പോൾ നമുക്ക് അത്രമാത്രം എന്താ പറയാ, നമ്മൾ എൻജോയ്മെന്റ് മാറ്റി വെച്ചിട്ടുള്ള പഠിത്തം അങ്ങനെ ഉണ്ടാവത്തില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ അത് ഓർത്തിട്ട് വേണ്ട, അയ്യോ നമ്മൾ ഇനി MBBSൽ കയറിയാൽ ഫുൾ ടൈം പഠിത്തമായിരിക്കും, അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് MBBS ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സമയം കുറേ ഉണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി ഡ്യൂറേഷൻ ആണ്. നമ്മൾ ഈ പഠിക്കുന്ന എത്രത്തോളം ഒരു ദിവസം നമ്മൾ പഠിക്കും എന്നുള്ളൊരു കാര്യം. ഇപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമ്മൾ നീറ്റിന്റെ ലൈഫിൽ എങ്ങനെയായിരിക്കും, നമ്മൾ കുറേ നേരം, അതായത് ഒരു 14 മണിക്കൂറോ 15 മണിക്കൂറോ ഒക്കെ ഒരു ദിവസം പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരുന്ന് ഫുൾ ടൈം പഠിത്തമായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് നമ്മൾ ഫ്രഷായി വീണ്ടും പഠിത്തമായിരിക്കും. കാരണം വീക്കിലി എക്സാംസും കാര്യങ്ങൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ MBBSൽ വരുവാണെങ്കിൽ
സ്റ്റഡി ഡ്യൂറേഷൻ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ എക്സാം സമയത്തല്ല. ഇപ്പൊ നമ്മൾ ക്ലാസ് കഴിഞ്ഞു, നമുക്കിപ്പോൾ രാവിലെ ഒരു 8 മണി അല്ലെങ്കിൽ 8:30 ആകുമ്പോൾ ക്ലാസ് തുടങ്ങിയാൽ വൈകുന്നേരം ഒരു 4-4:30 വരെ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ ഇരുന്നിട്ട് ഫ്രഷ് ആയിട്ട് ഇരുന്ന് പഠിക്കണം, അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. എല്ലാവരും പൊതുവെ വന്ന് ഫ്രഷായി അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഓക്കെ ആയിട്ട് ചെന്ന് കുറച്ച് സമയത്തൊക്കെ ആയിരുന്നു ഇന്ന് പഠിക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റഡി ഡ്യൂറേഷൻ കൂടുതലായിട്ട് നല്ല രീതിയിൽ കൂട്ടി പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ തലേന്നോ അല്ലെങ്കിൽ എക്സാമിന്റെ ഒരു 1 വീക്കോ 2 വീക്സോ ഒക്കെ മുമ്പൊക്കെ ആയിരിക്കും എല്ലാവരും ആ ഒരു രീതിയിൽ എക്സാമിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഒരു സ്റ്റഡി മോഡിലേക്ക് വരുന്നത് ഒരു എക്സാമിന് മുമ്പുള്ള കുറച്ച് ആഴ്ചകൾക്ക് മുമ്പായിരിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ബുക്സ് ആണ്. ബുക്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, നീറ്റിന് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ 3 സബ്ജക്റ്റേ ഉള്ളൂ. സോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ആ ഒരു സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് മാത്രം ധാരാളമായിരിക്കും. പക്ഷെ അതങ്ങനെയല്ല നമ്മുടെ MBBS ലൈഫിൽ വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ ഒരു കുന്നോളം ബുക്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മുടെ ബുക്സിന്റെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് MBBS ലൈഫിലാണ് നല്ല രീതിയിൽ കൂടുതലായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ഈ ബുക്സിൽ നമ്മൾ വായിക്കേണ്ട രീതികൾ നമ്മൾ നോക്കുമ്പോൾ NCERT-യിൽ നമ്മൾ എല്ലാ ലൈൻ ബൈ ലൈൻ നമ്മൾ വായിക്കണം നമ്മുടെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമ്മൾ MBBS-ലോട്ട് വരുമ്പോഴേക്കും എല്ലാ നമ്മളിങ്ങനെ ലൈൻ ബൈ ലൈൻ വായിക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. ഓരോ ബുക്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും. ഈ ടോപ്പിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹോസ്റ്റൽ ലൈഫ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമുക്കറിയാം, നമ്മൾ ബ്രില്യൻറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇങ്ങനെ കോച്ചിങ്ങിനൊക്കെ നിന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നമുക്ക് ഹോസ്റ്റലിൽ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിൽ സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വാർഡൻ വന്ന് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാവും. കാരണം എനിക്ക് ഓർക്കുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിൽ വന്ന സമയത്ത് അപ്പുറത്തെ റൂമിൽ നിന്ന് നമ്മുടെ റൂമിലോട്ട് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ വരുമ്പോൾ കുഴപ്പമുണ്ടാകത്തില്ലല്ലോ, വഴക്കൊന്നും പറയത്തില്ലല്ലോ എന്നൊക്കെ. അപ്പം ലൈക്ക് നമുക്ക് ആ ഒരു പേടിയാണ്. കാരണം നമ്മുടെ നീറ്റ് ലൈഫിൽ നമുക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റൂമിൽ പോകാൻ പാടില്ല, റൂമിൽ പോയി കഴിഞ്ഞാൽ വാർഡനെ പഠിക്കും. ഇതൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് MBBS ആദ്യം കയറുന്ന സമയത്ത് ഇങ്ങനെ കുറെ സംശയം ഉണ്ടായിരിക്കും, ഇങ്ങനെ പോയ പ്രശ്നം ഉണ്ടാവോ വല്ലതും പറയുമെന്നൊക്കെ. അപ്പൊ പക്ഷെ ആ ഒരു പ്രശ്നം തന്നെ നമ്മുടെ MBBS ലൈഫിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാ റൂമിലുള്ള കുട്ടികളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മിണ്ടാം, സംസാരിക്കാം. അവരുടെ റൂമിലോട്ട് വന്നിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. കാരണം എല്ലാവരും ആക്റ്റീവായിട്ട് പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നു, നല്ല ആക്റ്റീവായിട്ട് അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു. ഞാനൊരു ഫസ്റ്റ് ഇയർ മാത്രമാണ് ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളത്, എന്നാൽ പോലും നമുക്കറിയാം ഏകദേശം എങ്ങനെയൊക്കെയാണെന്ന്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹോം വിസിറ്റ് ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ പല കുട്ടികൾക്കുള്ള ഒരു ടെൻഷൻ ആയിരിക്കും. കാരണം നമ്മൾ നീറ്റിന്റെ സമയത്ത് എങ്ങനെയായിരിക്കും, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകാനുള്ള പെർമിഷൻ ഉണ്ടാവത്തില്ല. ഇൻ കേസ് നമുക്ക് വീട്ടിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു പേടിയായിരിക്കും, അയ്യോ പോണോ, പോയി അവിടെ വീട്ടിൽ പോയി കുറെ സമയം നമ്മൾ വേസ്റ്റ് ആക്കും, അതിനേക്കാളും ഇത് ഹോസ്റ്റലിൽ ഇരുന്നാൽ പോരെ. അതേസമയം നമ്മളിവിടെ മെഡിക്കൽ കോളേജിൽ ഇവിടെ നമ്മൾ ഹോസ്റ്റലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നും വീട്ടിൽ പോകുന്നതിനോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സബ്ജക്ട് വൈസ് ടഫ്. നമ്മുടെ നീറ്റിന് പഠിക്കുമ്പോൾ സബ്ജക്ട്സ് ആണോ അതോ നമ്മുടെ MBBS-ന് പഠിക്കുമ്പോൾ സബ്ജക്ട്സ് ആണോ ഏറ്റവും ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഏറ്റവും ടഫ് എന്ന് പറയുന്നത്? അത് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും അത് നമ്മുടെ MBBS-ലെ സബ്ജക്ട്സ് ആണ്. കാരണം നമുക്ക് MBBS-ലെ ഓരോ സബ്ജക്ട്സ് പഠിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് കുറേ ഉണ്ട് നമുക്ക് പഠിക്കാൻ. നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡബിളോ ത്രിബിളോ എഫോർട്ട് ഇട്ടാൻ വേണ്ടി മാത്രമേ നമുക്കിവിടെ ഒരു പാസ് മാർക്ക് എങ്കിലും കിട്ടുന്നത്. പക്ഷെ നമ്മൾ ആ എഫോർട്ട് ഇടുന്നത് എക്സാമിന്റെ ഒക്കെ 2 ദിവസം മുമ്പോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ ആണെങ്കിൽ അതിന്റെ ഒരു മാസം മുമ്പോ 2 മാസം മുമ്പൊക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് ഇയർ ഒക്കെ കയറിയ സമയത്ത് ആദ്യത്തെ കുറെ മാസങ്ങൾ നമ്മൾ ഭയങ്കര കൂളായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു പോയത്. പിന്നെ എക്സാം ഒക്കെ അടുക്കാറായി, യൂണിവേഴ്സിറ്റി എക്സാം അടുക്കാറായപ്പോഴായിരുന്നു നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരുന്നു. പക്ഷെ ആ അവസാനത്തെ 2 മാസം അല്ലെങ്കിൽ അവസാനത്തെ 1 മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കട്ടക്ക് പിടിക്കും, അതിന് നമ്മൾ പാസ്സാവും. അതാണ് നോർമലായിട്ട് നമ്മൾ MBBS ലൈഫിൽ എക്സാമിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ സെക്കൻഡ് ഇയർ തൊട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ ഒക്കെ കുറച്ച് നമ്മൾ എഫോർട്ട് കൂടുതൽ ഇടണം, കാരണം അത് ഇയർ ബാക്ക് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അത്രയുള്ള ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രെസ് കുറച്ചെങ്കിലും കുറയ്ക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.